ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാം ശരി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ എനാക്ട്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രിക്ട് ലെജിസ്ലേഷനും ഇതിന്റെ ഭാഗമായിട്ട് വരും, എഫിഷ്യന്റ് കൺസ്യൂമർസത്തിന്റെ ഭാഗമായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് എനിക്ക് ഇതിന്റെ ചോദ്യോത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതല്ല പ്രധാന ഒബ്ജക്റ്റീവ്, കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ളത് പറഞ്ഞു പോകുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉത്തരം പറയാണ്ട് പോയത് കേട്ടോ, കുഴപ്പമില്ല. യെസ്, അപ്പൊ ഇവിടെ തിരിച്ചു വരികയാണ് ഞാൻ നമ്മുടെ ഗൂഗിൾ ടാക്സ് ഏതാണെന്നുള്ളത്. എന്താ ഗൂഗിൾ ടാക്സ്? അപ്പൊ ഇതിനകത്ത് ഉത്തരം ഇക്വലൈസേഷൻ ലെവി തന്നെയാണ്. ഇക്വലൈസേഷൻ ലെവി തന്നെയാണ് ഗൂഗിൾ ടാക്സ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഡിജിറ്റൽ ബിസിനസ് ഡോണ്ട് നീഡ് എ ഫിസിക്കൽ ഓഫീസ് ഇൻ ഇന്ത്യ ടു ഏൺ ഫ്രം ഇന്ത്യൻ യൂസേഴ്സ് എനിമോർ. നമുക്ക് ഡിജിറ്റൽ ബിസിനസ്സുകൾ നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യൻ യൂസേഴ്സിന് എന്താ പറയുക, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ഇന്ത്യൻ യൂസേഴ്സിന്റെ നിന്ന് കാശ് കളക്ട് ചെയ്യുന്നതായാൽ കൂടിയും ഇന്ത്യയിൽ ഒരു ഫിസിക്കൽ ഓഫീസ് വേണം നിർബന്ധമില്ല. ആൻഡ് ദാറ്റ്സ് എക്സാക്ട്ലി വെയർ ഗൂഗിൾ ടാക്സ് ഒഫീഷ്യലി കോൾഡ് ദ ഇക്വലൈസേഷൻ ലെവി കംസ് ഇൻ. കണ്ടോ, എന്താ ഗൂഗിൾ ടാക്സ് എന്ന് പറയുന്നത്? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗൂഗിൾ ടാക്സ് ആണെങ്കിലും, കാരണം പ്രധാനമായിട്ട് ഗൂഗിൾ ആണ് അതിന്റെ ചർച്ചാ വിഷയമായി മാറിയത്, അതുകൊണ്ടാണ് അതിന് ഗൂഗിൾ ടാക്സ് എന്ന പേര് വരാൻ കാരണം. ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇക്വലൈസേഷൻ ലെവി എന്ന് പറയും. 2016 ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാണ് 2016. എന്താ സംഭവം? This tax ensures that foreign digital service providers earning revenue from Indian businesses or consumers, ഇപ്പൊ ബിസിനസ് നിന്നുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, അല്ല സാധാരണ കൺസ്യൂമേഴ്സിൽ നിന്ന് പിന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നവരായിക്കോട്ടെ, പേ ദെയർ ഫെയർ ഷെയർ ഓഫ് ടാക്സസ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈവൻ ദോ ദേ ആർ നോട്ട് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ, ദേ ആർ നോട്ട് പ്രൊവൈഡിങ് എനി, ദേ ഡോണ്ട് ഹാവ് എ ഫിസിക്കൽ എന്താ പറയുക ഓഫീസ് ഇൻ ഇന്ത്യ. അവർക്ക് ഫിസിക്കൽ ഓഫീസ് ഒന്നും ഇന്ത്യയിലില്ല, പക്ഷെ അവർ US നിന്ന് പ്രവർത്തിക്കുന്ന കമ്പനി ആയിരിക്കും. പക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരുടെ പണം അവർ സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, സർവീസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ജിമെയിലിൽ പോലും അഡീഷണൽ ക്ലൗഡ് സ്റ്റോറേജ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. 15 GB കൂടുതൽ സ്റ്റോറേജ് വേണമെങ്കിൽ അതിന് ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോറേജ് കിട്ടുമല്ലോ. അപ്പം നിങ്ങൾ ഗൂഗിളിനാണ് കാശ് കൊടുക്കുന്നത്, ആ കാശ് പോകുന്നത് ഗൂഗിളിലാണ്. ഗൂഗിൾ എന്ന് പറയുമ്പോൾ ആർക്കാണ് പോകുന്നത്? ഇപ്പോൾ യൂസിലിരിക്കുന്ന ആൽഫബെറ്റ് എന്ന കമ്പനിയാണ് എസെൻഷ്യലി അതിനെ മാനേജ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ കമ്പനിക്കാണ് കാശ് പോകുന്നത്. അപ്പൊ ഇന്ത്യൻ കസ്റ്റമേഴ്സിൽ നിന്ന് ഇന്ത്യയിൽ ഒരു ഓഫീസ് ഇല്ലാത്തൊരു കമ്പനി ആണെങ്കിൽ കൂടിയും പിന്നെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഫെയർ ഷെയറിലുള്ള ഒരു ടാക്സ് ഇന്ത്യയിൽ പേ ചെയ്യണം എന്ന് പറയുന്നത് ഉറപ്പാക്കുന്ന കണ്ടീഷനാണ് ഈ ഇക്വലൈസേഷൻ ലെവി എന്ന് പറയുന്നത്. എന്താണ് ഇക്വലൈസേഷൻ ലെവി? ദ ലെവി പ്രൈമറിലി അപ്ലൈസ് ടു നോൺ റെസിഡന്റ് കമ്പനീസ് ഓഫറിംഗ് ഡിജിറ്റൽ സർവീസസ് വിതൗട്ട് എ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻ ദി കൺട്രി. അപ്പൊ ഇത് പർട്ടിക്കുലർലി ആർക്കാണ് അപ്ലൈ ചെയ്യുന്നത്? ഇക്വലൈസേഷൻ ലെവി ഈസ് പർട്ടിക്കുലർലി അപ്ലൈഡ് ടു നോൺ റെസിഡന്റ് കമ്പനീസ്, അതായത് ഇന്ത്യയിൽ ഓഫീസ് ഇല്ലാത്ത കമ്പനികൾ. ഇവിടെ ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിൽ ഓഫീസ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യയിൽ പെർമനന്റ് സെറ്റിൽമെന്റ് ഇല്ലാത്ത താൽക്കാലിക സെറ്റിൽമെന്റുകൾ മാത്രമുള്ള കമ്പനികൾക്കാണ് ഇക്വലൈസേഷൻ ലെവി ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനിഷ്യലി ഫോക്കസ്ഡ് ഓൺ ഓൺലൈൻ അഡ്വർടൈസിംഗ്, the scope of tax expanded in 2020 to include e-commerce transactions as well. ഇപ്പൊ തുടക്കത്തിൽ 2016 ഇക്വലൈസേഷൻ ലെവി ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. 2016 ഇക്വലൈസേഷൻ ലെവി എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, വിച്ച് ഇസ് എസെൻഷ്യലി എ ടാക്സേഷൻ പ്രോഗ്രാം, പക്ഷെ അത് ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഗൂഗിളൊക്കെ ചെയ്യുന്ന പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗൂഗിൾ ആഡ്സെൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അല്ലെ? ഗൂഗിൾ അഡ്വർടൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂട്യൂബ് എടുത്ത് ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടംപോലെ ആഡ് നമ്മൾ കാണാറുണ്ട്. അതുപോലെ ഗൂഗിൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുന്ന സമയത്ത് പല ആഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഓൺലൈൻ അഡ്വർടൈസിംഗ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് ഗൂഗിളിന് കാശ് കിട്ടുന്നുണ്ട്, ഇന്ത്യയിലുള്ള കസ്റ്റമേഴ്സ് ഇത് കാണുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പൊ ഇങ്ങനെ അഡ്വർടൈസിംഗിനായിരുന്നു ഇനീഷ്യലി 2016 ഈ ഇക്വലൈസേഷൻ ലെവി ചാർത്തിയിരുന്നതെങ്കിലും 2020 ഇതിന്റെ ആംബിറ്റ് കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. ഇത് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷനിലും ഈ ഓൺലൈൻ കമ്പനികൾ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന ടാക്സേഷൻ പരിധിക്കകത്ത് പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച പോയിന്റ് ആണേ. അപ്പൊ വേണമെങ്കിൽ അടുത്ത തവണ ചോദിക്കുന്ന ഇക്വലൈസേഷൻ ലെവിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇതായിരിക്കും: ഇറ്റ് ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് എന്ന് കണ്ടാൽ അത് തെറ്റാണ്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് ആസ് വെൽ. അത് എന്നാണ് ആപ്ലിക്കബിൾ ആവുന്നത്? ഫ്രം 2020 ഓൺവേർഡ്സ്. വന്ന സമയം ഇക്വലൈസേഷൻ ലെവി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അത് ഓൺലൈൻ അഡ്വർടൈസിംഗിന് മാത്രമായിരുന്നു. ദെൻ ഓൺ 2020 അത് എന്തിലേക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്തു? ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻസിലേക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദ ഗോൾ ഇസ് സിമ്പിൾ: പ്രിവെന്റ് ടാക്സ് ലീക്കേജ്, ഇംപ്രൂവ് ട്രാൻസ്പെറൻസി ആൻഡ് മെയിൻറ്റെയിൻ ഫെയർ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ ഡിജിറ്റൽ പ്ലേയേഴ്സ്. ശരിയല്ലേ? ഇപ്പൊ ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഡിജിറ്റൽ സർവീസ് ഓഫർ ചെയ്യുന്ന ഒരു കമ്പനിയും അമേരിക്കയിലുള്ള ഈ ഒരു സർവീസ് ഓഫർ ചെയ്യുന്ന കമ്പനി തമ്മിൽ നിങ്ങൾ നോക്കി നോക്കുക. ഇന്ത്യയിൽ കമ്പനിയുള്ള ആള്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഫിസിക്കലായിട്ട് ഓഫീസ് ഉള്ള കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കുന്ന ലാഭത്തിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കാൻ അവർ ബാധ്യസ്ഥരാണ്.
പക്ഷെ അമേരിക്കയിലുള്ള കമ്പനി ഇതുപോലെ ഇന്ത്യയിൽ ഓഫീസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന കാശിന് ടാക്സ് അടയ്ക്കാണ്ട് പോയാൽ ആ കമ്പനി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കുറഞ്ഞ ചെലവിൽ ഇവിടെ ഓഫറിങ്സ് കൊടുക്കാൻ പറ്റും. ആ കമ്പനി മാത്രം വളരും, ഇന്ത്യൻ കമ്പനി പൂട്ടിപ്പോകും. ശരിയല്ലേ? അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു ഫെയർ കോമ്പറ്റീഷൻ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയും അതുപോലെ ടാക്സ് ലീക്കേജ് ഉണ്ടാവാതിരിക്കുക, ടാക്സ് പൂള് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈക്വലൈസേഷൻ ലെവി എന്ന കോൺസെപ്റ്റ് 2016 ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ്. ഇനിയും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ബേസിക് ആയിട്ട് എന്താണ് ഗൂഗിൾ ടാക്സ് എന്നറിയപ്പെടുന്ന ഈക്വലൈസേഷൻ ലെവി എന്ന ഒഫീഷ്യൽ നെയിമിൽ അറിയപ്പെടുന്ന ടാക്സേഷൻ സ്കീം എന്നുള്ളത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ കൂടെ എനിക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഒരല്പം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അതുകൂടി ആഡ് ചെയ്ത് പോകുന്നത്. വേറൊന്നുമല്ല, ഇൻ 2016 ഇനിഷ്യലി ഒരു 6% ടാക്സ്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ, ഇനിഷ്യലി അപ്ലൈഡ് ആസ് എ 6% ടാക്സ് ഓൺ പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ഇന്ത്യൻ ബിസിനസ്സസ് ടു നോൺ റെസിഡന്റ് എൻറ്റിറ്റീസ് ഫോർ ഓൺലൈൻ അഡ്വർടൈസിംഗ് ആൻഡ് ഡിജിറ്റൽ ആഡ് സ്പേസസ്. ഇതാണ് നമ്മൾ പറഞ്ഞത് 2016 വന്നത്. അഡ്വർടൈസിങ്ങിന്, ഓൺലൈൻ അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ടാക്സ് ചുമത്തിയിരുന്നത്. എത്ര ശതമാനമാണ്? 6%. ഓക്കെ, അപ്പൊ 6% ടാക്സ് 2016 ഓൺലൈൻ അഡ്വർടൈസിങ്ങിന് വേണ്ടി ഇത്തരം എന്താ പറയുക നോൺ റെസിഡന്റ് കമ്പനികൾക്ക് ചാർത്തിയിരുന്ന ചാർജ്, ടാക്സേഷൻ ചാർജ്. 2020 എക്സ്പാൻഷൻ നടന്നു, എക്സ്റ്റെൻഡഡ് ഇൻ 2020 to include a 2% levy directly on e-commerce operators. ഇപ്പോൾ ഫോറിൻ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് ഇവിടെ, ഫോർ എക്സാമ്പിൾ ആമസോൺ ഒക്കെ ഫോറിൻ കമ്പനി അല്ലേ, ഫ്ലിപ്കാർട്ട് ഫോറിൻ കമ്പനി അല്ലേ, ഇന്നിപ്പോൾ വാൾമാർട്ടിന്റെ അല്ലേ ഫ്ലിപ്കാർട്ട് ഫോറിൻ കമ്പനി അല്ലേ, ഹൂ ഡു ബിസിനസ് ഇൻ ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. യെസ്, അപ്പൊ അവരിൽ നിന്ന് 2% ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസിൽ നിന്നുള്ള ടാക്സേഷൻ ഉറപ്പാക്കുന്നുണ്ട്. 2020 വന്നു. അപ്പോൾ ഓർത്തോണം, 2% ഇ-കൊമേഴ്സ്, 6% ഓൺലൈൻ അഡ്വർടൈസ്മെന്റ്. എന്നാൽ റീസെന്റ് India completely phased out the equalization levy. Very important concept. നിലവിൽ ചോദ്യമാണ്, ഈക്വലൈസേഷൻ ലെവി, ഗൂഗിൾ ടാക്സ് എന്നൊക്കെ പറയുന്ന സാധനം പത്രത്തിലും മാധ്യമങ്ങളിലും ഒക്കെ നിങ്ങൾ കേട്ടു കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ആവും. അപ്പൊ പുതിയൊരു ചോദ്യം വരികയാണ്, നിലവിൽ ഗൂഗിളിന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ടാക്സ് ഒന്നും അടയ്ക്കണ്ട എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായി പോകും. കാരണം നിലവിൽ ദ ഈക്വലൈസേഷൻ ലെവി ഈസ് ഫേസ്ഡ് ഔട്ട് എഴുതി വെച്ചിട്ടുണ്ട്. To align with the global consensus under the OECD, Organization for Economic Cooperation and Development, OECD G20 framework, and to ease trade tensions. അതായത് നിലവിൽ G20 ഒക്കെ സമ്മിറ്റിന് ശേഷം ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്, എക്കണോമിക് ഡെവലപ്മെന്റിന്റെയും കോപ്പറേഷന്റെയും ഭാഗമായിട്ട് ഈ പറയുന്ന ഇക്വലൈസേഷൻ ലെവി കോൺസെപ്റ്റ് തൽക്കാലം ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ഫേസ്ഡ് ഔട്ട് ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് എന്ത് കൊടുക്കണ്ട, അവർക്ക് ഇപ്പോ ടാക്സ് കൊടുക്കണ്ട. കിട്ടുന്നുണ്ടോ? The 2% e-commerce levy was abolished in August 1, 2024, and the 6% digital advertising levy was scrapped on April 2025. വളരെ റീസെന്റ് ആയിട്ട് നടന്ന പരിപാടി, ആലോചിച്ചോണം, വളരെ റീസെന്റ് ആയിട്ട് നടന്ന പരിപാടി. അപ്പൊ എന്തുകൊണ്ട് ഈ സാധനം ചോദ്യത്തിൽ വന്നു എന്നുള്ള കാര്യം പിടിയോ? റീസെന്റ് ആയിട്ട് ഇക്വലൈസേഷൻ ലെവി എന്ത് ചെയ്തിട്ടുണ്ട്? ഫേസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആരുടെ ആദ്യം ഫേസ് ഔട്ട് ചെയ്തത്? ആദ്യം ഇ-കൊമേഴ്സ് ഫേസ് ഔട്ട് ചെയ്തു 2024. അപ്പോഴും എന്തുണ്ടായിരുന്നു? ഓൺലൈൻ അഡ്വർടൈസ്മെന്റ് ടാക്സ് ഉണ്ടായിരുന്നു. 2025 ഓൺലൈൻ അഡ്വർടൈസ്മെന്റിന്റെ ടാക്സേഷനും എന്ത് ചെയ്തു? ഫേസ് ഔട്ട് ചെയ്തു. എന്നാൽ 2025 ഏപ്രിൽ 1 ആയപ്പോൾ അതും ഫേസ് ഔട്ട് ചെയ്തു. 2025 ശേഷം പുതിയ സാമ്പത്തിക വർഷത്തിൽ ഇതില്ലപ്പോ ഈക്വലൈസേഷൻ ലെവി കോൺസെപ്റ്റ് സ്ക്രാപ്ഡ് ഔട്ട് ആണ്, അതില്ല. ക്ലിയർ ആണേ? സെറ്റല്ലേ മക്കളെ? യെസ്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോണം. ഈക്വലൈസേഷൻ ലെവിയുമായി ബന്ധപ്പെട്ട് വരുന്ന വസ്തുതകൾ, ഇതേ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും ധാരണ നമുക്ക് മുമ്പുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്ന ബലമായ സംശയം. പക്ഷേ ഇതൊക്കെ പി എസ് ചോദിച്ച ചോദ്യം ഈക്വലൈസേഷൻ ലെവി എന്ന് പറയുന്നത് ആ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചത്. പക്ഷേ എന്ത് ചോദ്യവും ഇനി ചോദിക്കാമല്ലോ അവർക്ക്. അതുകൊണ്ട് നമ്മൾ അതിനെ പറ്റിയിട്ട് ഒന്നൊന്ന് പരന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആ കാര്യം ഒന്ന് പറഞ്ഞു തന്നത്. ക്ലിയർ ആവുന്നുണ്ടോന്ന് പ്രതീക്ഷിക്കുന്നു മക്കളെ. നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. എനി ഹൗ ഇറ്റ്സ് എ സിമ്പിൾ കോൺസെപ്റ്റ്. സംഭവം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഇതിനകത്ത് ഈ OECD G20 പാർട്ണർഷിപ്പ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അത് പ്രകാരമാണ് ഈക്വലൈസേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള തീരുമാനമൊക്കെ വരുന്നത്. അപ്പോൾ OECD G20 പാർട്ണർഷിപ്പ് അലൈൻസ് ദി ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ഡെവലപ്മെന്റ് വിത്ത് ദ ഗ്രൂപ്പ് ഓഫ് 20 മേജർ എക്കണോമീസ് ടു ഷേപ്പ് ഗ്ലോബൽ പോളിസി. നമ്മുടെ G20 വരുന്ന 20 എക്കണോമീസിന്റെ ഭാഗമായിട്ട് ഇറ്റ് ഈസ് ദി പ്രീമിയർ ഫോറം ഫോർ ഇന്റർനാഷണൽ എക്കണോമിക് കോപ്പറേഷൻ ഡ്രൈവിംഗ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ടാക്സേഷൻ, കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ഡിജിറ്റൽ എക്കണോമീസ്. അപ്പോൾ എന്തായാലും മാറ്റി എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ജസ്റ്റ് ഓർത്തിരുന്നേക്ക്. കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് പോയില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ഒരല്പം കൂടുതൽ സമയം കിട്ടുവാണെങ്കിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് കരുതിയിട്ട് എടുത്തു വെച്ചതാണ്. അത് ആ ഭാഗമായിട്ട് ഈ പറയുന്ന OECD G20 ഭാഗമായിട്ട് വരുന്ന കൊളാബറേഷൻ
ഒരുപാട് പ്രോജക്റ്റുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ പ്രോജക്റ്റുകളാണ് ഒന്ന് ഈ ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രിൻസിപ്പിൾ, ജസ്റ്റ് പേരുകൾ ഓർത്തിരുന്ന് വെച്ചാൽ മതി, ചോദിക്കാം അതിന്റെ ഭാഗമായിട്ട് ഇതുണ്ടോ ഇല്ലയോ എന്ന്. ഇക്കണോമിക് ഡേറ്റ ആൻഡ് മോണിറ്ററിങ്, അതുപോലെ OECD AI പ്രിൻസിപ്പിൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇൻട്രൊഡക്ഷനെ പറ്റിയിട്ട് പറയുന്നത്, അതുപോലെ OECD ആന്റി ബ്രൈബറി കൺവെൻഷൻ, ഇതൊക്കെ OECD G20 സമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ OECD G20 ഗ്രൂപ്പിങ്ങുമായി ബന്ധപ്പെട്ട് എന്താ പറയുക എൻകോമ്പസ് ചെയ്തിരിക്കുന്ന ഗ്ലോബൽ പോളിസി പ്രോജക്റ്റുകളാണെന്ന് കൂടി ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, ശരി, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. വിച്ച് എമംഗ് ദി, ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പരമാവധി ആൾക്കാരെ അല്ലെങ്കിൽ ചോദ്യങ്ങളെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ജമ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട. യെസ്, അപ്പൊ എന്താണ് ഇക്വലൈസേഷൻ ലെവി അല്ലെങ്കിൽ ഗൂഗിൾ ടാക്സ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആസ് റിഗാർഡ്സ് എ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? സിമ്പിൾ ചോദ്യമാണ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് ഇസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആസ് റിഗാർഡഡ് ആസ് എ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ്? അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചൂടെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താ ട്രേഡിംഗ് അക്കൗണ്ട്, എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതുപോലുള്ള ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ബി എസ് ചോദിച്ചിട്ടുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്? ഒന്ന്, എ ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കാണുന്നു. ബി, ട്രേഡിംഗ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ and the profit and loss account deals with the indirect expenses. Sorry. C പറയുന്നത് എന്താ? ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് ലയബിലിറ്റീസ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് അസറ്റ്. ഓപ്ഷൻ ഡി പറയുന്നത് ഒന്നുമല്ല എന്നാണ്. അപ്പൊ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ട്, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ്? നമ്മുടെ ഉദ്ദേശം ട്രേഡിംഗ് അക്കൗണ്ട് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. അത് അറിയുന്ന കൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അത് അറിഞ്ഞുകൂടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. വാട്ട് ഇസ് എ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് വാട്ട് ഇസ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേടാ, PS ചോദിക്കുന്നതല്ല, ഈ സിമ്പിൾ കാര്യങ്ങളാണ് പുതിയ പേര് ഉപയോഗിച്ചിട്ട് ചോദിക്കുന്നുള്ളതുകൊണ്ട് പലതും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാണ്ട് പോകും. സി, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇസ് എ ഫണ്ടമെന്റൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് യൂസ്ഡ് ബൈ ബിസിനസ്സസ് ടു കാൽക്കുലേറ്റ് ദ റവന്യൂ, എക്സ്പെൻസസ് ആൻഡ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓവർ എ സ്പെസിഫിക് പീരീഡ്. ഒരു നിശ്ചിത കാലയളവിൽ അവർക്കുള്ള ആകെ വരുമാനം, ചിലവ് എന്നിവയെ പറ്റിയൊക്കെ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എന്ന് പറയുന്നത്. See, it is divided into two distinct sections, determining the gross profit from core buying അല്ലെങ്കിൽ selling and the net profit after all the operation cost. എന്താണ് ഗ്രോസ് പ്രോഫിറ്റ്, എന്താണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ല അല്ലെ. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് വന്ന വരുമാനമാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ വരുമാനത്തിന് കുറെ ചെലവുകൾ നമുക്ക് നടത്താനുണ്ടാവുമല്ലോ. ആ ചെലവുകളൊക്കെ കഴിച്ചിട്ട് നമുക്ക് കൈ കിട്ടിയ അവസാനം നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ കിട്ടുന്ന എമൗണ്ടിനാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് ശരിക്കും എപ്പോഴും വാലിഡ് ആയിട്ട് കണക്ക് കൂട്ടുന്നത്. ഇതിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഫോക്കസസ് എൻറ്റയർലി ഓൺ ദി കോർ മാനുഫാക്ചറിംഗ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ്. ദാറ്റ് ഈസ്, ഇറ്റ് മാച്ചസ് ഡയറക്റ്റ് ഇൻകം അഗെയിൻസ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസസ് to determine your gross profit or gross loss. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് എന്താ ചെയ്യണേ? ട്രേഡിംഗ് അക്കൗണ്ട് പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ്, അതുമായി ബന്ധപ്പെട്ട ബൈയിങ് കോൺസെപ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ട സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, ഇതുമായാണ് ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻകം ജനറേഷൻ കണക്കൂട്ടുന്നതും മൊത്തത്തിലുള്ള ഇൻകവും ഇവിടുത്തെ ചെലവ് കണക്കൂട്ടുന്നതും മൊത്തത്തിലുള്ള ചെലവുമാണ്. അതായത് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസുമാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യാം? ട്രേഡിംഗ് അക്കൗണ്ട് ഡിറ്റർമിൻ ചെയ്യാം. അതിനകത്ത് ചെലവുകൾ ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കും. The profit and loss account of the statement takes the gross profit or loss and adjust it for all other indirect business operations to calculate your final net profit or net loss. പിടിയിട്ടുന്നുണ്ടോ? ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന പേര് തന്നെ കിടപ്പുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇതിപ്പം നമ്മൾ ഈ പറയുന്ന കമ്പനി ഓടിച്ചത് കൊണ്ട് കിട്ടിയത് പ്രോഫിറ്റ് ആണോ അതോ നഷ്ടമാണോ ഉണ്ടായത് ഈ ഒരു കാലയളവിൽ എന്നുള്ളത് കണക്കാക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? അത് ഈ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിനകത്തുനിന്ന് നമുക്കുണ്ടായ ചിലവും മറ്റു കാര്യങ്ങളും എല്ലാം കിഴിച്ച് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് കിട്ടുന്ന അവസാനത്തെ സത്തിനെയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയും അല്ലെ. അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തുമാണ്? നെറ്റുമാണ് ഡീൽ ചെയ്യുന്നത്. പിടികിട്ടുന്നുണ്ടോ? ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസിനെ പറ്റിയും
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പറ്റിയിട്ടുമാണ് ഡീൽ ചെയ്യുന്നത് മനസ്സിലാക്കിയിരിക്കാം. ഒരു കമ്പനി പെർഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏതാ ശരി ഉത്തരം? ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് നെറ്റ് പ്രോഫിറ്റ് ആണോടാ? ട്രേഡിംഗ് നെറ്റ് ആണോ കാണിക്കുന്നത്? അല്ല, ട്രേഡിംഗ് ഗ്രോസ് ആണ് കാണിക്കുന്നത്. അപ്പൊ അത് പോയി. ട്രേഡിംഗ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അവിടെ നിൽക്കട്ടെ, ആയിരിക്കാം. ട്രേഡിംഗ് അക്കൗണ്ട് ഷോസ് ലയബിലിറ്റീസ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോസ് അസറ്റ്. അങ്ങനെയാണോ? അങ്ങനെയല്ലേ അല്ല. നൺ ഓഫ് അബോവ് ആണോ? അല്ലേ അല്ല. അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ട് ഡയറക്റ്റ് എക്സ്പെൻസും റവന്യൂവിനെയും പറ്റിയിട്ട് പറയും. ശരിയാണ്. ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂവിനെയാണ് നമ്മൾ ഈ പറയുന്ന ഗ്രോസ് എന്ന രീതിയിൽ കണക്ക് കൂട്ടുന്നത്. ഗ്രോസ്. ആൻഡ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അതായത് നേരിട്ട് ഈ വന്നതിന് ശേഷം ഉണ്ടായ ബാക്കി ടാക്സേഷൻ അത് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ആരാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് കിട്ടുക. പിടിയിട്ടുണ്ടോ? അതെല്ലാം ചേർത്തിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടെയൊക്കെ ചേർത്ത് കഴിയുമ്പോഴല്ലേ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടുള്ളൂ. ആലോചിച്ച് നോക്ക്. എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇല്ലേ? ഇൻഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂട്ടിയാലല്ലേ അതിനുശേഷം കിട്ടുന്നതല്ലേടാ മക്കളെ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുക. അപ്പൊ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ ഡീൽ ചെയ്യുന്ന ആരായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരിക്കും. പിടിയിട്ടുന്നുണ്ടോ? ഇതിനകത്ത് ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇതിനകത്ത് ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന് എടുക്കാൻ സാധിക്കും. ക്ലിയർ? സെറ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അല്ല, നമുക്ക് ഇങ്ങനത്തെ അടിപൊളി അടിപൊളി ചോദ്യങ്ങൾ, ഇതൊക്കെ PSC ചോദിച്ച ചോദ്യമാണോ എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം PSC ചോദിച്ച ചോദ്യമാണ് കേട്ടോ. PSC ക്വസ്റ്റ്യൻസ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തൊന്നും ഒരു സംശയവും വേണ്ട. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഞാൻ നോട്ട് ചെയ്യാൻ മറന്നത്, കാരണം നോക്കിയിട്ട് പറയേണ്ടി വരുമായിരിക്കും. എന്തായാലും PSCയുടെ ചോദ്യങ്ങളാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മൂവിങ് ഓൺ. അടുത്തൊരു കാര്യത്തിലേക്ക് പോവാണ്. അടുത്തൊരു സിമ്പിൾ സംഭവം. ഓക്കെ, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച്? ഇന്നത്തെ ക്ലാസ് ഞാൻ ഈ പറഞ്ഞല്ലോ വാല്യൂ അഡീഷൻ ആണ്. സാധാരണ നിങ്ങൾ കേൾക്കുന്ന ഫിനാൻഷ്യൽ സംഭവങ്ങളോ എക്കണോമിക് കോൺസെപ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കില്ല ഇന്നത്തെ ക്ലാസ്സിൽ പ്രൈമറിലി പോകുന്നത്. ടേം എല്ലാം പുതിയ സാധനങ്ങളായിരിക്കും. അപ്പൊ ആരും ഇത് കേട്ടിട്ട് വണ്ടറടിക്കണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണേ. ആരും ഇത് പറഞ്ഞുവിടാത്തവരുണ്ടെങ്കിൽ ഇതേ പറ്റിയിട്ട് കേട്ടിട്ട് നിങ്ങൾ അയ്യോ ഇതെന്താ സംഭവം എന്നൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. സിമ്പിൾ സാധനങ്ങളാണ്. നമ്മുടെ ക്ലാസ്സുകളിൽ പരമാവധി ഇത്രയും കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഞാനിതൊക്കെ തെരഞ്ഞു പിടിച്ച് അനുദീപ് സാർ പറഞ്ഞതനുസരിച്ചിട്ട് പിന്നെ ഇത്തരത്തിലുള്ള കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള കുറെ ടേംസും കാര്യങ്ങളൊക്കെ അടുത്തിടെ PSC ചോദിച്ചിട്ടുണ്ടല്ലോ. അതേ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്, അതേ പറ്റിയിട്ടൊരു ക്ലാസ് എടുക്കണം എന്നുള്ള സാറ് നിർബന്ധം പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഒരു വാല്യൂ പഠിച്ചാൽ പിള്ളേർക്ക് കൊടുക്കണം. അപ്പൊ അതാണ് ഞാൻ എന്നാ പിന്നെ ഇതിന്റെ പുറകിൽ 2-3 ദിവസം ഇരുന്നിട്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ നോക്കി തപ്പിപ്പിടിച്ചെടുത്തേ ഞാൻ. അതുകൊണ്ട് ഇതെല്ലാം ടഫ് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇതൊക്കെ ടഫസ്റ്റ് ഓഫ് ദി ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. PSC ചോദിച്ചിരിക്കുന്നത് നല്ല ടഫ് ആയിട്ടുള്ള ചോദ്യം. ടഫസ്റ്റ് ഓഫ് ദി ടഫ് എന്നല്ല, അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ബേസ്ഡ് ഓൺ എക്കണോമിക്സ് എന്ന് തന്നെ എനിക്കും പറയേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ധാരണ ഇല്ലാതെ പോകുന്നു, അപ്പൊ ഞങ്ങൾ പഠിക്കുന്നത് റൈറ്റ് ഡയറക്ഷനിലല്ലേ എന്ന കൺസേൺ എങ്ങാനും ഉണ്ടെങ്കിൽ അതൊന്നും വെക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ ടഫ് ക്വസ്റ്റ്യൻസാ. ഇതൊക്കെ പക്ഷെ നമുക്ക് അഡ്രസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരുന്നത് കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ അഡിഷൻ സെഷനിലൂടെ കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാം അവൈലബിൾ ആയി. എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് കിട്ടി, എനിക്ക് ഈ പറയുന്ന ഡേറ്റ അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അവൈലബിൾ ടു യു ആസ് വെൽ. നിങ്ങൾക്കും എന്താണ് ഈ ഡേറ്റാസ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ അതിനു വേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് 3 ദിവസത്തിന്റെ പുറകെ ഇരുന്നിട്ടാണ് എനിക്ക് ഇത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് മാത്രമുള്ള സമയമില്ല എങ്കിലാണ് നമ്മളെ പോലുള്ളവർ ഇവിടെ ഇരിപ്പില്ലേ, വിൽ ഡു ദീസ് കൈൻഡ് ഓഫ് സെഷൻസ്. നമ്മൾ ഇത്തരത്തിലുള്ള സെഷൻസ് ചെയ്തിട്ട് പരമാവധി ഉള്ള സമയം കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കണ്ടന്റ് പരമാവധി എത്തിച്ചേരാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുള്ളതേ ഉള്ളൂ. അതിനും ഞാൻ ഈ പറഞ്ഞ പോലെ ലിമിറ്റേഷൻസ്, സമയം എന്ന് പറയുന്ന ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാം, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങളും ചെയ്യുന്നതായിരിക്കും. താൻ പാതി ദൈവം പാതി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് തൽക്കാലം വിശ്വസിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ശരി മക്കളെ, അപ്പൊ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഇവിടുത്തെ കീ വേർഡ് ദാറ്റ് വി നീഡ് ടു ഡിസ്കസ് is on this bill of exchange. എന്താണ് bill of exchange എന്ന് പറയുന്നത്? കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വാട്ട് ഇസ് bill of exchange? Is it an instrument? അപ്പൊ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, which among the following is not a characteristic feature of bill of exchange? bill of exchangeന്റെ characteristic feature അല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓപ്ഷൻസിൽ ഇറ്റ് ഈസ് an instrument in writing എന്ന് കിടക്കുന്നു. എഴുതി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉപകരണമാണ്, ഉപാധിയാണ്. 2, it contains an unconditional promise.
ഇത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രോമിസ്. അറ്റ് എനി കണ്ടീഷൻ വി ആർ പ്രോമിസിങ് ദിസ് എന്ന് പറയുന്ന ഒരു പ്രോമിസ് തരികയാണ്. അൺകണ്ടീഷണൽ പ്രോമിസ്, ഒരു കണ്ടീഷനും ഇല്ലാത്തൊരു പ്രോമിസ് ഇവിടെ സൂചിപ്പിക്കുകയാണെന്ന് പറയുന്നു. സി ഇറ്റ് ഇസ് സൈൻഡ് ബൈ ദി മേക്കർ. ഇത് ഈ പറയുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ടാക്കിയ ആള് സൈൻ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നത് ഇറ്റ് ഡയറക്ട്സ് എ സർട്ടൻ പേഴ്സൺ ടു പേ എ സർട്ടൻ സം ഓഫ് മണി. ഇത് നിർദ്ദേശിക്കുന്നു. ഇറ്റ് ഡയറക്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് നിർദ്ദേശിക്കുന്നു, ആളോട് നിർദ്ദേശിക്കുന്നു. എന്തിനാണ്? ഒരാളോട് ഒരു നിശ്ചിത തുക പേ ചെയ്യണം, ഓക്കെ, സ്പെൻഡ് ചെയ്യണം, പേ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ശരിയല്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം. അതിനാദ്യം നമുക്ക് എന്താ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് അറിയണം. നമുക്ക് ഉത്തരങ്ങളൊക്കെ വന്നു. അപ്പൊ എന്താ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വാട്ട് ഇസ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്? അറിയുന്ന കൂട്ടരുണ്ടാവും, അറിയാത്ത കൂട്ടരുണ്ടാവും. അറിയാത്ത കൂട്ടർക്ക് വേണ്ടി പറയാണ്, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇസ് എ റിട്ടൺ legally binding order used primarily in international trade. അന്താരാഷ്ട്ര വാണിജ്യം നടത്തുന്ന ഭാഗങ്ങളിൽ എഴുതി ചിട്ടപ്പെടുത്തിയ നിയമപരമായിട്ട് സാധുതയുള്ള ഒരു ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എഴുതി ചിട്ടപ്പെടുത്തിയ, റിട്ടൺ ആണ്, ലീഗലി ബൈൻഡിങ് ആണ്, പ്രത്യേകിച്ച് എവിടെ? ഇന്റർനാഷണൽ ട്രേഡിൽ. എന്നാൽ ഇത് ഇന്റർനാഷണൽ ട്രേഡിൽ മാത്രമേ ഉപയോഗിക്കാവുന്നൊന്നുമല്ല, ഇന്റർനാഷണൽ ട്രേഡിലാണ് പ്രത്യേകിച്ച് പ്രധാനമായിട്ട് അതിനെ ഉപയോഗിക്കുന്നുള്ളൂ. ഇറ്റ് ബൈൻഡ്സ് വൺ പാർട്ടി, ഒന്നുകിൽ ബയർ ആയിരിക്കും അല്ലെങ്കിൽ ഡെറ്റർ ആയിരിക്കും, ടു പേ എ ഫിക്സഡ് സം ഓഫ് മണി ടു അനദർ പാർട്ടി. കണ്ടോ? അപ്പോ ഐദർ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് ഫ്യൂച്ചർ ഡേറ്റ്. അപ്പൊ എന്ത് പറയുന്നുണ്ട്? ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഡോക്യുമെന്റ്, റിട്ടൺ ഡോക്യുമെന്റ്, ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഡോക്യുമെന്റ്, അന്താരാഷ്ട്ര വാണിജ്യത്തിൽ ഉപയോഗിക്കുന്ന ഈ ഡോക്യുമെന്റ് എന്ത് ചെയ്യുന്നു എന്നാ പറയണേ? ഇത് ഒരു പാർട്ടിയിൽ ബൈൻഡിങ് ആണ്. ബൈൻഡിങ് ആണ് മീൻസ് അതിന്റെ നിർദ്ദേശം കൃത്യമായിട്ട് ആ പാർട്ടിക്കുണ്ട്. എന്ത് ചെയ്യണം? ടു പേ ഫിക്സഡ് സം, ഒരു നിശ്ചിത തുക പേ ചെയ്യണം മറ്റൊരാൾക്ക് അല്ലെങ്കിൽ അടുത്തയാൾക്ക്. ഒന്നുകിൽ അദ്ദേഹം ഡിമാൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ, ആ ഒരു എൻറ്റിറ്റി ഡിമാൻഡ് വെക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴാണ് കാശ് വേണ്ടത് എന്ന് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് കാശ് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പ്രീഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഡേറ്റ്, ഇത്ര മാസം കഴിഞ്ഞ് കാശ് കൊടുക്കുക, അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ആ പേയ്മെന്റ് ചെയ്യണം എന്നുള്ളത് ഓൾറെഡി ഈ പറയുന്ന ഡോക്യുമെന്റിൽ ഉണ്ടാവും, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അതിൽ എന്തുണ്ടേ? ഒരു ഫിക്സഡ് സം പേ ചെയ്യണം എന്ന നിർദ്ദേശം ഇവിടെ ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? അപ്പൊ ഓർത്തു വെച്ചോ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ റിട്ടേൺ ആണെന്ന് നമ്മൾ പറയുന്നുണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് പേ ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇതിനകത്തുള്ള രണ്ട് കാര്യങ്ങൾ ഓൾറെഡി പോയി. ഇറ്റ് ഇസ് ആൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഭാഗമാണ്. അപ്പൊ അത് എന്തായാലും ഉള്ള സാധനമാണ്. ഇറ്റ് കണ്ടെയ്ൻസ് അൺകണ്ടീഷണൽ പ്രോമിസ്, ഇറ്റ് സൈൻഡ് ബൈ ദ മാർക്കർ, ഇറ്റ് ഡയറക്ട്സ് എ പേഴ്സൺ ടു പേ സർട്ടൻ മണി. അതുകൊണ്ട് ഇത് രണ്ട് സാധനങ്ങളുണ്ട്. അപ്പൊ ഇനി ഏതാ ഓപ്ഷൻ? സി ആണോ ബി ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇറ്റ് സൈൻഡ് ബൈ ദ മേക്കർ ഉണ്ടോ, അതോ ഇറ്റ് ഇസ് അൺകണ്ടീഷണൽ പ്രോമിസ് ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കാം നമുക്ക് എന്തായാലും. റൈറ്റ്. എ സ്റ്റാൻഡേർഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇൻവോൾവ്സ് 3 സ്പെസിഫിക് റൂൾസ്. എന്തൊക്കെയാ? ഒന്ന്, അതായത് 3 പേരുണ്ടാവും എന്നാ പറയുന്നത്. ഒന്ന്, ദ ഡ്രോയർ. ആരാണ്? ദ പേഴ്സൺ ഓർ ബിസിനസ് ദാറ്റ് ക്രിയേറ്റ്സ് ആൻഡ് ഇഷ്യൂസ് ദ ബിൽ. ഇതായിരിക്കും പൊതുവെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആളില്ലടാ, അയാളായിരിക്കും ഈ പറയുന്ന ഡ്രോയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ആൾ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസ് ആണ് ഉണ്ടാവുക പ്രധാനമായിട്ടും. അതിൽ ഒരാളെന്ന് പറയുന്നത് ഡ്രോയർ ആയിരിക്കും. അയാളാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ. ക്രിയേറ്റ്സ് ആൻഡ് ഇഷ്യൂസ് ദി ബിൽ. ഈ ബിൽ ഇഷ്യൂ ചെയ്യുന്ന ആളാരാണ്? ഈ ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ഡ്രോയർ ആണ്. കാശ് വാങ്ങുന്ന ആളാണ്, അതായത് ക്രിയേറ്റർ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പോർട്ടർ. അയാളാണ്. അയാൾക്കാണല്ലോ കാശ് നമ്മൾ കൊടുക്കുന്നത്. ഈ പ്രോഡക്റ്റ് നമ്മൾ വിദേശത്തോട്ട് കയറ്റി വെച്ച് പ്രോഡക്റ്റിന്റെ കാശ് വാങ്ങുന്നയാൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ അദ്ദേഹമാണ് ഈ ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് പുള്ളിയാണ് ക്രിയേറ്റർ, മേക്കർ. 2, ഡ്രോയി ഉണ്ട്. ഡ്രോയി എന്ന് പറഞ്ഞാൽ ദ പാർട്ടി ബീങ് ഓർഡേർഡ് ടു പേ ദ മണി. ആരാണോ ഈ പണം മുടക്കേണ്ടയാള്? ബിക്കോസ് മിക്കവാറും ആരായിരിക്കും ഇവിടെ? ഇമ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒരു പ്രോഡക്റ്റ് ചൈനയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആരാണ്? ഞാൻ ഡ്രോയർ ആണ്. ചൈനയിൽ നിന്ന് പിന്നെ വേറൊരാളത് വാങ്ങുകയാണെങ്കിലോ അയാള് ഡ്രോയി ആണ്. അപ്പൊ അയാളാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അയാൾ എനിക്ക് കാശ് തരാൻ ബാധ്യസ്ഥനാണ്. ശരിയല്ലേ? ഫോർ ദ ഡോക്യുമെന്റ് ടു ബിക്കം വാലിഡ് ദ ഡ്രോവി മസ്റ്റ് ഫോർമലി അക്സെപ്റ്റ് ഇറ്റ്. ഡ്രോയി എന്ത് ചെയ്യണം? ഇത് ഫോർമലി അക്സെപ്റ്റ് ചെയ്യണം. മീനിങ് ദേ അഗ്രി ടു ദ ടേംസ്. അഗ്രി. ഡ്രോയി അക്സെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഡ്രോയർ ആണിത് ഉണ്ടാക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡ്രോയർ ഇതിനകത്ത് സൈൻ ചെയ്ത് വിട്ടിട്ടുണ്ടാവണം. ഡ്രോയർ ഇതാണ് ടേം എന്നുള്ളത് സൈൻ ചെയ്ത് വിട്ടിട്ടുണ്ടാവും. കാരണം ഡ്രോയറുടെ കമ്പനി നെയിമും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഒരു മൂന്നാമത്തെ ആൾ കൂടി പറയുന്നുണ്ട്, പേയ്. പേയ് എന്ന് പറഞ്ഞാൽ ദ പാർട്ടി ഹു റിസീവ്സ് ദ ഫണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തു ഈ സാധനം, പക്ഷേ ഈ സാധനം ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി എക്സ്പോർട്ട് ചെയ്തതാണെന്നുണ്ടെങ്കിൽ പണം എനിക്ക് തരണ്ട, പകരം മറ്റൊരാൾക്ക് കൊടുത്തോളൂ എന്ന് പറയാലോ.
മിക്കവാറും സാഹചര്യങ്ങളിൽ ഈ ഡ്രോയർ ആരാണ്? ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ആളില്ലേ, ഈ ബില്ല് ഉണ്ടാക്കിയ അയാൾ തന്നെയായിരിക്കും മിക്കവാറും പേ ആവുന്ന സിറ്റുവേഷൻസ്. എന്നാൽ ദർ മൈറ്റ് ബി സെർട്ടൻ സിറ്റുവേഷൻ വേർ ഈ കാശ് വാങ്ങുന്നത് ഞാനായിരിക്കില്ല, ഒരു പക്ഷേ വേറൊരാൾക്ക് ആയിരിക്കും ആ കാശ് പോകുന്നത്. ആ കാശ് ഫൈനലി റിസീവ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് പേ എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നുണ്ടോ? കാശ് ഫൈനലി റിസീവ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് പേ. അപ്പൊ ഈ 3 എൻറ്റിറ്റീസ് ആണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്ന 3 എന്താ പറയുക പാർട്ടീസ് എന്ന് പറയുന്നത്. ഒന്ന് ഡ്രോയർ ഉണ്ട്, 2 ഡ്രോയി ഉണ്ട്, 3 പേ ഉണ്ട്. ഇപ്പൊ ഡ്രോയർ ആരാണ്? എക്സ്പോർട്ട് ചെയ്യുന്നയാള്. ഡ്രോയി ആരാണ്? ഇമ്പോർട്ട് ചെയ്യുന്നയാള്. പേ ആരാണ്? കാശ് ഫൈനലി റിസീവ് ചെയ്യുന്നയാളാണ് പേ. അത് മിക്കവാറും ഡ്രോയറും പേയും ആര് തന്നെയായിരിക്കും? ഒരേ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. കൂടി അറിഞ്ഞിരിക്കാൻ നിങ്ങൾ സെറ്റാന്നേ. സെറ്റാണ്. തീർന്നിട്ടില്ലേ? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ബി ടൈലേർഡ് ടു ഫിറ്റ് ദ നീഡ്സ് ഓഫ് ദി ട്രാൻസാക്ഷൻ. ഒന്ന് സൈറ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയാം. 2 പിന്നെ ടൈം ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ യൂസൻസ് ഡ്രാഫ്റ്റ് എന്ന രീതിയിലും വിളിക്കാം. അപ്പൊ 2 രീതിയിൽ നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് എന്ന് പറയാറുണ്ട്. ഒന്ന് സൈറ്റ് ഡ്രാഫ്റ്റ്. സൈറ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർത്തു വെച്ചോളാം. സൈറ്റ് ഡ്രാഫ്റ്റ് ഫണ്ട് ആർ പേയബിൾ ഓൺ ഡിമാൻഡ് വെൻ ദ ഡോക്യുമെന്റ് ഇസ് പ്രസന്റഡ്. അതായത് ഈ ഡോക്യുമെന്റ് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് കാശ് നമ്മൾ പറഞ്ഞില്ലേ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കാര്യത്തിൽ 2 രീതിയിലാണ് പേയ്മെന്റ് ഇനിഷ്യേറ്റ് ചെയ്യുക. ഒന്നുകിൽ ഈ പറയുന്ന ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത ആള് ഡ്രോയർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ കാശ് കൊടുക്കണം. 1 ഡിമാൻഡ് ചെയ്യും കാശ് കൊടുക്കുക. 2 ഒരു പ്രീ ഡിറ്റർമിൻഡ് ഡേറ്റ് കാശ് കൊടുക്കുക. അപ്പൊ അതിൽ ഡിമാൻഡ് ചെയ്യുമ്പോൾ കാശ് കൊടുക്കുക എന്ന് പറയുന്ന സിറ്റുവേഷനാണ് സൈറ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് ഡിമാൻഡ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? ഈ ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്യുന്നത് തന്നെ ഡിമാൻഡാണ്. ഡോക്യുമെന്റ് പ്രസന്റ് ചെയ്താൽ അത് ഡിമാൻഡാണ്. ഡോക്യുമെന്റ് കിട്ടി അപ്പൊ പേയ്മെന്റ് ചെയ്യണം. 2 ടൈം ഡ്രാഫ്റ്റ്. ടൈം ഡ്രാഫ്റ്റ് എന്ന് പറയാൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അതിനകത്തൊരു ടൈം ഫിക്സഡ് ആയിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില പ്രോഡക്റ്റില് ചിലർക്ക് നമ്മൾ ഒരു വിൻഡോ കൊടുക്കുമല്ലോ. നമ്മളിപ്പോൾ ക്രെഡിറ്റിൽ സാധനം കൊടുക്കാന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുറെ കുപ്പായം ഇന്ത്യൻ മെയ്ഡ് ക്ലോത്ത്സ് ഞാനിപ്പോൾ US എക്സ്പോർട്ട് ചെയ്തു. US ഇത് വാങ്ങിയ ആൾ അത് വിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് വിറ്റിട്ട് അയാൾക്ക് കാശ് കിട്ടുമ്പോൾ അയാൾ എൻ്റെ പേയ്മെന്റ് തരും. അതിന് ഞാനിപ്പോൾ അനിയന്ത്രിതമായിട്ട് അയാൾക്ക് സമയമൊന്നും കൊടുക്കത്തില്ല. ഞാൻ കൊടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ 1 മന്താ. ഞാനിപ്പോൾ ഇതിപ്പോൾ ഏതാ ജൂണിലല്ലേ? ജൂൺ 22 അല്ലേ? ഇപ്പൊ ജൂൺ 22 ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് അയാൾക്ക് അവിടെ സാധനം കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറയുകയാണ് ജൂലൈ 22 പേയ്മെന്റ് ചെയ്യണം. ജൂലൈ 22 പേയ്മെന്റ് ചെയ്യാം. അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ ഈ ഡ്രോയി ഉണ്ടല്ലോ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ഒരു വിൻഡോ കൊടുക്കുകയാണ്, ഒരു ഫ്രീഡം കൊടുക്കുകയാണ് ടു ആക്ച്വലി യൂസ് ദിസ് പ്രോഡക്റ്റ് ടു മേക്ക് മണി. അപ്പൊ ഏത് രാജ്യത്താണ് ഇത് ഇമ്പോർട്ട് ചെയ്തത് ആ രാജ്യത്ത് നിന്ന് ഈ പറയുന്ന ഇമ്പോർട്ട് ഉപയോഗിച്ച് പണം ഉണ്ടാക്കാൻ അയാൾ സഹായിക്കുന്നുണ്ട്. കാരണം ഒരു വിൻഡോ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം എനിക്ക് പേയ്മെന്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്തൊന്നും ഒളിച്ചോടാൻ പറ്റത്തില്ല. ബിക്കോസ് ദിസ് ഇസ് എ ലീഗൽ ഡോക്യുമെന്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ലീഗൽ ഡോക്യുമെന്റ് ആയതുകൊണ്ട് ഇത് അദ്ദേഹത്തിന് ബൈൻഡിങ്. ഒരു മാസത്തിൽ ഈ സമയം അടുത്ത ജൂലൈ 22 എനിക്ക് പേയ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 22 ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ആ ബിൽ ഓഫ് കാരണം അദ്ദേഹം ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, ഓർക്കണം. അത് വയലേഷൻ ആയിട്ട് മാറും. പിന്നെ എനിക്ക് നിയമ നടപടി സ്വീകരിക്കാൻ പറ്റും. വലിയ പെനാലിറ്റി ഒക്കെ അദ്ദേഹം പിന്നെ മുടക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് പൊതുവെ ആരും അതുകൊണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ത് ചെയ്യാറില്ല, വയലേറ്റ് ചെയ്യുന്ന സാഹചര്യം വരാറില്ല എന്നുള്ള പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ബെനിഫിറ്റ്സ് ഇതാണ്. ഒന്ന് ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, പിന്നെ ഇതൊരു ഫിനാൻസിങ് ടൂൾ ആയിട്ട് എടുക്കാം, പിന്നെ ട്രാൻസ്ഫറബിലിറ്റി ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പേ എന്ന് പറയുന്ന ആൾ വേറൊരാളെ ആയിട്ട് എനിക്ക് കണക്കൂട്ടാൻ പറ്റും. വേറെ ഫിനാൻഷ്യൽ ആളിലേക്ക് എനിക്ക് വേണമെങ്കിൽ ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഈ ഡോക്യുമെന്റ് വേറൊരാളിലേക്ക് ഇന്ന രീതിയിൽ ട്രാൻസ്ഫർ ചെയ്തൊക്കെ കൊടുത്തിട്ട് ഒരു 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 ഫിനാൻസിങ് ടൂൾ ആയിട്ടൊക്കെ വേണമെങ്കിൽ എനിക്കിത് ഉപയോഗിക്കാനൊക്കെ പറ്റും. ഓക്കെ, യെസ്, അങ്ങനെയുള്ള ഒരു പോസിബിലിറ്റി കൂടിയുണ്ട്. അപ്പൊ അതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ എന്ന് പറയുന്നത്. ഒരുപാട് ഇതിനെ പറ്റിയിട്ടൊക്കെ വീണ്ടും വേണം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ പറ്റും. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. നിങ്ങൾ ഇത്രയും വസ്തുതകളൊന്ന് ഓർത്തിരുന്ന് വെച്ചാൽ നല്ലതായിരിക്കും. ബേസിക് ആയിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഇതിൽ നിസ്സംശയം നമുക്ക് പറയാം, ഇതിനകത്തൊരു അൺകണ്ടീഷണൽ പ്രോമിസ് ഒന്നും ആരും വെക്കുന്നില്ല. എല്ലാം ഇവിടെ കണ്ടീഷനിലാണ്. കൃത്യമായ കണ്ടീഷൻസിന്റെ ഉപാധികളോടുകൂടി തന്നെയാണ് ഇവിടെ ഈ പറയുന്ന എന്താ പറയാ ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നതും ലീഗൽ ബൈൻഡിങ് ആയിട്ടുള്ള ഈ റിട്ടേൺ ഡോക്യുമെന്റ് ഉണ്ടാവുന്നു. അല്ലാതെ അൺകണ്ടീഷണൽ ആയിട്ടൊന്നും ഇവിടെ ആരും ഒരു പ്രോമിസും കൊടുക്കുന്നൊന്നുമില്ല. ഞാനിത് അൺകണ്ടീഷണൽ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് പ്രോഡക്റ്റ് കൊടുത്തില്ല എങ്കിലും നീ എനിക്ക് പേയ്മെന്റ് തരണം. ഇതൊക്കെ അൺകണ്ടീഷണൽ അല്ലേ? ഞാൻ പ്രോഡക്റ്റ് കൊടുക്കാൻ പേയ്മെന്റ് തരണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനൊന്നുമില്ല. കണ്ടീഷൻ ഉണ്ട്. എന്താ പേയ്മെന്റ്? നിങ്ങൾ പ്രോഡക്റ്റ് തന്നാൽ ഞാൻ പേയ്മെന്റ് ചെയ്യും. അതൊരു കണ്ടീഷൻ അല്ലേ? അതൊരു കണ്ടീഷനാണ്. ഇവിടെ ഇടുന്നുണ്ടോ? അപ്പൊ ഏതൊരു എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അൺകണ്ടീഷണൽ പ്രോമിസ് എന്ന് പറയുന്നത് ഒരു അബ്സേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതൊരു എക്സ്ചേഞ്ചിനകത്തോളം ഏതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിലും അൺകണ്ടീഷണൽ പ്രോമിസ് ഉണ്ടാവില്ല. എല്ലാം കണ്ടീഷണലായിരിക്കും. പ്രത്യേകിച്ച് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസിലെല്ലാം. നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് പച്ചക്കറി വാങ്ങിയിട്ട് കാശ് കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. പച്ചക്കറി തന്നാലാണ് നിങ്ങൾ കാശ് കൊടുക്കേണ്ടത്, ശരിയല്ലേ? പച്ചക്കറി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കാശ് കൊടുത്താൽ മതി. അപ്പൊ അതൊരു കണ്ടീഷനാണ്. നിങ്ങൾ കാശ് കൊടുക്കണം എന്നുള്ളത് സംഭവം ശരിയാണ്. പക്ഷേ
ആ കാശ് കൊടുക്കുന്നത് ഇത് അപ്പോൺ എ കണ്ടീഷൻ, അതൊരു കണ്ടീഷന്റെ പുറത്താണ് നിങ്ങൾ കാശ് കൊടുക്കുന്നത്. എന്ത് കണ്ടീഷൻ? പച്ചക്കറി നിങ്ങൾക്ക് കിട്ടും, വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടുന്ന തക്കവണ്ണം കേപ്പബിൾ ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്ത് റെഡിയാക്കി നിങ്ങൾക്ക് തന്നുവിടും. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാൻ കിട്ടിയാലാണ് നിങ്ങൾ കാശ് കൊടുക്കുക, അതൊരു കണ്ടീഷൻ അല്ലേ? ഐ പേ യു ബട്ട് ഐ ഹാവ് എ കണ്ടീഷൻ. എന്താ കണ്ടീഷൻ? എനിക്ക് പച്ചക്കറി തരണം, ദാറ്റ്സ് ദ കണ്ടീഷൻ എന്ന് പറയുന്നത് പോലെയാണ് സംഭവം. അതുകൊണ്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നല്ല, ഒരു എക്സ്ചേഞ്ചിന്റെയും കാര്യത്തിൽ നമുക്ക് അൺകണ്ടീഷണൽ പ്രോമിസുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇതൊരു എക്സ്ട്രീമിറ്റി കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അൺകണ്ടീഷണൽ പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് എന്നാണ്. മറ്റ് മൂന്നെണ്ണത്തിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നതും ഓപ്ഷൻ ബി ആണ്. അതല്ലാത്ത പക്ഷം നോക്കിയാൽ ഇത് ഇൻസ്ട്രുമെന്റ് ഓഫ് റൈറ്റിംഗ് ആണ്, നമുക്കറിയാം. ഇത് മേക്കറും സൈൻ ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യുന്ന ആളും രണ്ടുപേരും സൈൻ ചെയ്യുന്നുണ്ട്. അക്സെപ്റ്റ് ചെയ്യണം റിസീവർ, നമ്മൾ പറഞ്ഞു, അദ്ദേഹവും സൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു സർട്ടൻ സം ഒരാൾക്ക് പേ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു ഡോക്യുമെന്റ് തന്നെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. കാരണം ബാക്കിയെല്ലാം അതുപോലെ കറക്റ്റാണ്. നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറയുന്നതിൽ വളരെ കോമൺ ആയിട്ട് എഴുതിയിരിക്കുന്ന സാധനമാണ് ഇതിനകത്ത് ഓപ്ഷൻസ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ. ഇത് അറിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് എന്ത് എളുപ്പമുള്ള ഒരു ചോദ്യം ആലോചിച്ചു മക്കളെ, അല്ലെ? ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നിങ്ങൾ ഇന്നത്തെ ക്ലാസ് കണ്ടിട്ടാണ് ഈ പരീക്ഷ എഴുതാൻ പോയിരുന്നതെന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ ചോദ്യം വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറയുന്നത്, നാളെ ഇത് മാറ്റി ബിൽ ഓഫ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചു വന്നുണ്ടെങ്കിൽ ഇനി ഇതുമായിട്ട് സുഖമായിട്ട് അങ്ങ് എഴുതിക്കൂടെ? കാരണം ഇങ്ങനത്തെ ചെറിയ വെറൈറ്റി സാധനങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് അറിയുമെങ്കിൽ വളരെ എളുപ്പമാണ് പരീക്ഷ, അല്ലെങ്കിൽ വളരെ ഈസി ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് തോന്നും. ഇത് അറിഞ്ഞുകൂടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ടഫാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നിങ്ങൾ ആദ്യം കാണുമ്പോൾ ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ടൊക്കെ പോകും, കേട്ട് ക്ലിയർ സാധനമാണെങ്കിൽ സമയം മെനക്കെടുത്തേണ്ടെന്ന് കരുതിയിട്ടേ. ഇപ്പൊ നമുക്കിത് അറിയാം. ക്ലിയർ അല്ലേ? സെറ്റാന്നേ? വെരി ഗുഡ്, അടിപൊളി. ശരി, അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പഠിച്ചു. ശരി, അടുത്തൊരു ചോദ്യം നോക്കിയേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ടേം ആണ്, പക്ഷെ ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കാനുള്ളത്. So what is the key difference between resettlement and rehabilitation in the context of displaced persons and project affected persons? ഇത് നിലവിലെ സാഹചര്യത്തിലേക്ക് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന സംഭവമാണ്. നമ്മൾക്കിപ്പോൾ നാഷണൽ ഹൈവേ പണി നടക്കുക, അല്ലെങ്കിൽ ലാൻഡ് അക്വിസിഷൻസ് പലയിടങ്ങളിൽ നടക്കുക. ഇടയ്ക്ക് നമ്മുടെ സ്ഥലത്ത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇഷ്യൂ നടക്കുന്നുണ്ടായിരുന്നല്ലോ കേരളത്തിൽ. സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. യെസ്. അപ്പോൾ ഈ എന്താണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളതാണ്, റീസെറ്റിൽമെന്റ് എന്ന ടേമും നമ്മൾ കേട്ടിട്ടുണ്ട്, റീഹാബിലിറ്റേഷൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയുള്ളത് ഈ സോഷ്യൽ സെക്യൂരിറ്റിയുടെയും അല്ലെങ്കിൽ എന്താ പറയുക വെൽഫെയർ മെഷേഴ്സിന്റെ ഒക്കെ ഭാഗമായിട്ടൊക്കെ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന പുനരധിവാസം ഇഷ്ടം പോലെ നിങ്ങൾ കേട്ടിരിക്കുന്ന പരിപാടി പേരായിരിക്കും ഈ പുനരധിവാസം. വലിയൊരു ഗിമ്മിക്കുമാണ്, എന്നാൽ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ടേം കൂടിയാണ് പുനരധിവാസം. എന്താണ് ഈ പുനരധിവാസവും ഈ റീസെറ്റിൽമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള? റീസെറ്റിൽമെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ അറിയൂ എന്താ വ്യത്യാസം എന്ന്? ഒരു ചെറിയ സാധനമാണ്, ഒരു ചെറിയ നാരോ ഡിഫറൻസ് ആണ് ഇത് രണ്ടും തമ്മിലുള്ളത്. അതൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലേ? നോക്കിക്കേ, റീസെറ്റിൽമെന്റ് ഇൻവോൾവ്സ് സൈക്കോളജിക്കൽ സപ്പോർട്ട് വൈൽ റീഹാബിലിറ്റേഷൻ ഈസ് ലിമിറ്റഡ് ടു ഇക്കണോമിക് കോമ്പൻസേഷൻ എന്നാ പറയുന്നത്. ശരിയാണോ? അറിയില്ല. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കുക. റീസെറ്റിൽമെന്റ് ഫോക്കസസ് ഓൺ വൺ ടൈം റീലൊക്കേഷൻ while rehabilitation focuses on rebuilding livelihood and addressing socio-cultural aspect. പുനരധിവാസം എന്നത് ജീവിതോപാധികളെ പോലും പുനർനിർമ്മിക്കുന്ന ആ പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സോഷ്യോ കൾച്ചറൽ ആസ്പെക്റ്റുകൾ അഡ്രസ് ചെയ്യുന്ന സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളെ കൂടി അഡ്രസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. റീസെറ്റിൽമെന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് റീലൊക്കേഷനെ പറ്റി ഒരു തവണത്തേക്കുള്ള അവരെ മാറ്റി പാർപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് റീസെറ്റിൽമെന്റ്, മാറ്റി പാർപ്പിക്കൽ. മറ്റത് പുനരധിവാസം, മാറ്റി പാർപ്പിക്കൽ അല്ലെങ്കിൽ പുനരധിവാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ തന്നെ നമുക്ക് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാനാണ് സാധ്യത എന്നാണ് എന്റെ മനസ്സിൽ പറയുന്നത്. എന്നാലും ഓപ്ഷൻ സി എന്താ? റീഹാബിലിറ്റേഷൻ ഈസ് വൺ ടൈം പ്രോസസ് വൈൽ റീസെറ്റിൽമെന്റ് ഇസ് കണ്ടിന്യൂസ്. ഇതിലൊന്നും കണ്ടിന്യൂസ് ഒന്നും അല്ല. ശരി, പോട്ടെ. ഓപ്ഷൻ ഡി, റീസെറ്റിൽമെന്റ് ഫോക്കസസ് ഓൺലി ഓൺ കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് വൈൽ റീഹാബിലിറ്റേഷൻ എക്സ്ക്ലൂഡ്സ് ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഇക്കണോമിക് ഫാക്ടേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു സെറ്റിൽമെന്റ് ഒന്നും നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. അവിടെ ലാൻഡ് വരുന്നുണ്ട്, അവിടെ ബിൽഡിങ്സ് വരുന്നുണ്ട്, അവിടെ അമ്യൂണിറ്റീസ് വരുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ദീസ് ആർ ഓൾ കണക്റ്റഡ് ടു ദി ഇക്കണോമിക് കണ്ടീഷൻസ്. ഇക്കണോമിക് ഫാക്ടേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ലാൻഡ്, ലേബർ വരുന്നുണ്ട്, ഇവിടെ ക്യാപിറ്റലിന്റെ ആവശ്യമുണ്ട്, ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും വേണ്ടതുണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇത് മൂന്നും ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ബേസ് പ്രിൻസിപ്പിൾസ് അല്ലേ? ഈ മൂന്നുമല്ലല്ലോ, നാലും. ഇത് നാലും ഇവിടെ പണിയെടുത്താലല്ലേ റീസെറ്റിൽമെന്റോ ഇനി റീഹാബിലിറ്റേഷനോ ഉണ്ടാവുക.
അപ്പൊ എങ്ങനെ അത് എക്സ്ക്ലൂഡ് ചെയ്യുന്ന പറയാൻ പറ്റുക? ശരി, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നത് ഓപ്ഷൻ ബി എന്നാണ് പറയുന്നത്. അപ്പൊ റീസെറ്റിൽമെന്റ് ഫോക്കസ്, അതാണ് ഞാൻ പറയുന്നത്, ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. റീസെറ്റിൽമെന്റ് ഫോക്കസസ് ഓൺ വൺ ടൈം റീലൊക്കേഷൻ വൈൽ റീഹാബിലിറ്റേഷൻ ഫോക്കസസ് ഓൺ റീബിൽഡിംഗ് ലൈവ്ലിഹുഡ് ആൻഡ് അഡ്രസ്സിംഗ് സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട്സ്. ശരിയാണ് അല്ലെ? പുനരധിവാസം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പേരിനോട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനകത്ത് അതിന് എന്താ പറയുക, ഹിഡൻ ആയിട്ട് ഇത് കിടപ്പുണ്ട്. പുനരധിവാസം എന്നതൊരു ഒരു സോഷ്യൽ ഇമ്പാക്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, നമ്മള് മറ്റേ ഒരു വെൽഫെയർ സ്കീം അല്ലെങ്കിൽ ഒരു വെൽഫെയർ മെഷർ പോലെ സ്വീകരിക്കുന്ന കാര്യമാണ് പുനരധിവാസം. അതായത് ഞാൻ പറയുന്നത് പലപ്പോഴും ഒരു ഗിമ്മിക്കായിട്ട് പോലും സർക്കാരുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പുനരധിവാസം പ്രഖ്യാപിച്ചു, പുനരധിവാസം ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സർക്കാരുകൾ പലപ്പോഴും ഒരു ഇലക്ഷൻ ഗിമ്മിക്കായിട്ടൊക്കെ പോലും പലരും ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? ബിക്കോസ് അതിനൊരു ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിനൊരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അതിനൊരു വെൽഫെയർ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പുനരധിവാസം നടത്തുന്നത് എന്തൊരു എക്കണോമിക്കലി മാത്രം അതൊരു സോഷ്യലി ഒരു വെൽ ആക്ഷൻ ആണെന്ന് തോന്നിക്കുന്ന, അല്ലെങ്കിൽ ഒരു ബോണഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണെന്ന് തോന്നിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. പുനരധിവാസം കേവലം അവർക്ക് വേണ്ടി പുതിയ 2 കെട്ടിടം പണം കൊടുക്കുന്നതോ അവരെ പിടിച്ച് വേറെ എവിടെയെങ്കിലും പുതിയൊരു സ്ഥലത്ത് കുറച്ച് ആൾക്കാരെ ഒരു സ്ഥലത്തു നിന്ന് മാറ്റി പുതിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുന്നതോ ഒന്നും അല്ല. അവരുടെ കെട്ടിടം പണിത് കൊടുക്കുന്നതിനൊപ്പം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ പുതുതായിട്ട് നമ്മൾ കണ്ട വയനാട്, നമ്മുടെ ദുരന്തത്തിന് ശേഷം ഉണ്ടായ വയനാട് സെറ്റിൽമെന്റ്, വയനാട് ടൗൺഷിപ്പ് എന്ന പേര് അറിയപ്പെടുന്നത് വയനാട് ടൗൺഷിപ്പ്. ഒന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വയനാട് ടൗൺഷിപ്പ് ഇസ് ക്ലിയർലി എൻ എക്സാമ്പിൾ ഓഫ് റീഹാബിലിറ്റേഷൻ. വയനാട് ടൗൺഷിപ്പ് റീഹാബിലിറ്റേഷൻ ഒരു ക്ലിയർ കട്ട് എക്സാമ്പിളാണ്. അവിടെ ഈ പുനരധിവാസം സംഭവിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും നെയ്ബേഴ്സ് ആണ്, ഇവരെല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. ഇവരുടെ എല്ലാ ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. വയനാട് ടൗണിനടുത്താണ് ഈ റീഹാബിലിറ്റേഷൻ നടന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാ ടൗൺ നടത്തുന്നത്? ഇവരുടെ ലൈവ്ലിഹുഡ് എന്താ പറയാ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് സാധിക്കും. ഈ പുനരധിവാസം നടത്തുമ്പോൾ ഏതെങ്കിലും കാട്ടിനകത്ത് കൊണ്ടുപോയി ഒരു 10 ഏക്കർ സ്ഥലം എടുത്ത് വെട്ടിത്തെളിച്ച് വീടുണ്ടാക്കി കൊടുക്കാം, റീസെറ്റിൽമെന്റ് ആവും. ഒരു പരിപാടി കഴിഞ്ഞു, എല്ലാവർക്കും വീട് കെട്ടി കൊടുത്തു എന്ന് ഗവൺമെന്റിന് പറയാം. പക്ഷെ ആ പരിപാടി കൊണ്ട് ഗുണമുണ്ടോ ഈ ആൾക്കാർക്ക്? ഇവിടെ നിന്ന് 10-20 കിലോമീറ്റർ കാടിറങ്ങി വന്നിട്ട് വേണം ഇവർക്ക് വയനാട് ടൗണിലെത്താൻ. അതുകൊണ്ട് വയനാട് ടൗണിലെത്തിയിട്ടായിരിക്കും ഇവരുടെ ജീവിതോപാധിക്ക് വേണ്ടിയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ പോകുന്നത്. എന്നിട്ട് വീണ്ടും ഈ 10 കിലോമീറ്റർ തിരിച്ച് താണ്ടി കാട്ടി കയറി വേണം വീട്ടിൽ പോകാൻ. ഇത് റീഹാബിലിറ്റേഷൻ എന്ന് പറയാൻ പറ്റുമോ? അത് പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ ചെയ്തേക്കുന്നത് വയനാട് ടൗൺഷിപ്പ് എവിടെയാണ്? വയനാട് ടൗണിനടുത്താ. ശരിയല്ലേ? ടൗൺഷിപ്പ് എന്ന് പറയുന്നത് പേര് പോലും കറക്റ്റാ, ടൗണിനോട് അടുത്ത് തന്നെ ഈ പറയുന്ന സെറ്റിൽമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെന്തിന് സപ്പോർട്ട് ചെയ്യും? ആൾക്കാരുടെ ലൈവ്ലിഹുഡ് സപ്പോർട്ട് ചെയ്യും, ആൾക്കാരുടെ സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട് മീറ്റ് ചെയ്യാൻ സഹായിക്കും. പള്ളിക്കൂടം പോലുള്ള സൗകര്യങ്ങളിലേക്ക് ആൾക്കാർക്ക് വളരെ എളുപ്പം എത്തിച്ചേരാൻ പറ്റും അല്ലെ? പിന്നെ ഒരേപോലുള്ള ആൾക്കാരെ നെയ്ബേഴ്സ് അറിയുന്നവരാന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ സോഷ്യൽ ആസ്പെക്ട് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും പിടിച്ചുകൊണ്ട് ഇവിടെ താമസിപ്പിക്കാന്നുള്ളതല്ല, അവിടെ അഫക്ട് ചെയ്യപ്പെട്ട ആൾക്കാരെ, പരസ്പരം അറിയുന്ന ആൾക്കാരെ ഒരു കുടക്കീഴിൽ തന്നെ, അല്ലെങ്കിൽ നേരത്തെ അവർ താമസിച്ചിരുന്നതിന് സമാനമായ സാഹചര്യത്തിൽ എന്നാൽ ബെറ്റർ കണ്ടീഷൻസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ വെൽഫെയർ ആക്ഷൻ അല്ലേ? ഇറ്റ്സ് എ ഗുഡ് ഇനിഷ്യേറ്റീവ് ആൻഡ് ബെസ്റ്റ് ഇനിഷ്യേറ്റീവ്. ഇതൊന്നും ഒരു നല്ല ഇനിഷ്യേറ്റീവ് ആണ്, അടിപൊളി ഇനിഷ്യേറ്റീവ് ആണ്. ദിസ് ഇസ് വാട്ട് റീഹാബിലിറ്റേഷൻ ഇസ്. ഇങ്ങനെ വേണം റീഹാബിലിറ്റേഷൻ ചെയ്യാൻ. സീവേജ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്, എത്രയോ ക്യൂബിക് മീറ്റേഴ്സ് സീവേജ് ട്രീറ്റ്മെന്റിനും വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റിനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പണ്ട് അവർ താമസിച്ചിരുന്ന സാഹചര്യത്തെക്കാൾ മികച്ച സാഹചര്യത്തിൽ ജീവിക്കാൻ അവരെ സഹായിക്കുന്നുണ്ട്. അലോങ് വിത്ത് സോഷ്യോ കൾച്ചറൽ ആൻഡ് ലൈവ്ലിഹുഡ് മെഷേഴ്സ് എൻഷോർഡ് എന്ന് പറയും. ഇറ്റ്സ് എ ഗുഡ് വൺ, ഇറ്റ്സ് എ ഗുഡ് ഇനിഷ്യേറ്റീവ്. അത് റീഹാബിലിറ്റേഷൻ ആണ്. എന്നാൽ പുതുതായിട്ട് ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ വയനാട് കാട്ടിനകത്തായാലും ശരി, ഒരു ഏക്കർ സ്ഥലം കൊടുത്തിട്ട് അവിടെ ഒരു കെട്ടിടം പണിത് കൊടുത്തു, എന്നിട്ട് നിങ്ങളോട് അവിടെ താമസിച്ചോളൂ, നിങ്ങളുടെ കെട്ടിടം പണിതിട്ടുണ്ട്, നിങ്ങളുടെ പുനരധിവാസം കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ അത് പുനരധിവാസമല്ല, അത് ജസ്റ്റ് റീസെറ്റിൽമെന്റേ ആവുന്നുള്ളൂ എന്ന് സാരം. വ്യത്യാസം പിടികിട്ടിയല്ലോ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ലൈവ്ലിഹുഡ് അഡ്രസ് ചെയ്യുന്ന ഒരു പ്രശ്നം കിടക്കുന്നത് കൊണ്ടാണ് ഇതിനകത്ത് എക്കണോമിക്സ് കയറി വരുന്നത്. ഇതിനകത്ത് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ആണ്, തീർച്ചയായിട്ടും അതെ. അതില്ലാണ്ട് എങ്ങനെ ആൾക്കാർ ജീവിക്കുക? നിങ്ങൾ എല്ലാവരും ഈ ക്ലാസ് കാണാനിരിക്കുന്നതല്ല, ഇത് എക്കണോമിക്ക് വേണ്ടിയാ. അതില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ പുനരധിവാസം. അപ്പൊ ഇപ്പൊ ഇതിനകത്ത് വേറെ എക്സ്പ്ലനേഷന്റെ കാര്യമൊന്നുമില്ല, വേറൊരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് റീഹാബിലിറ്റേഷന്റെ ഒരു നോട്ടൊന്നും എടുത്തിടേണ്ട കാര്യമൊന്നുമില്ല. ബേസിക്കലി പറഞ്ഞു തരേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതിൽ ചുരുക്കിയതാണ്. ഐ ഹോപ്പ് യു ഗോട്ട് എൻ അണ്ടർസ്റ്റാൻഡിങ് ഓൺ ദ സെയിം. അത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കിയേ. ചിലപ്പോൾ ഇതിൽ ചിലർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ചിലർ ഇത് കേട്ടിട്ടുണ്ടാവും വഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പലരുടെയും ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് പല കുട്ടികളും അത് കേട്ടിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും ചോദ്യങ്ങളൊന്നും എടുത്തതാണ്. ഇത് വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോദ്യമൊന്നുമല്ല. ആദ്യം കണ്ട ചോദ്യങ്ങളിലൊക്കെ നല്ല വെറൈറ്റി കിടപ്പുണ്ടല്ലോ, അവസാനം ഒന്നും ഞാൻ കുറച്ചതാ.
18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കീഴിൽ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തുടർന്ന് മെർക്കാൻഡലിസം, എന്താണ് മെർക്കാൻഡലിസം എന്ന വാണിജ്യ നയം, എന്ന കൊമേഴ്ഷ്യൽ പോളിസി കോളനികളിൽ നടപ്പാക്കി. താഴെ നൽകിയിരിക്കുന്ന നിയമങ്ങളിൽ മെർക്കാൻഡലിസ്റ്റിക് നയങ്ങളിൽ ഉൾപ്പെടാത്തവ തിരിച്ചറിയുക എന്നാണ് ചോദ്യം. അപ്പൊ എന്താ ഇപ്പൊ ആരെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ചില കുട്ടികൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, വഴിയുണ്ട്. മെർക്കാൻഡലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. വാട്ട് ഇസ് മെർക്കാൻഡലിസം? എന്താ മെർക്കാൻഡലിസം? ബ്രിട്ടൻ കൊണ്ടുവന്ന ഒരു ആശയമാണ് മെർക്കാൻഡലിസം. ബ്രിട്ടൻ കൊണ്ടുവന്ന ആശയം എന്ന് പറയുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ 18-ാം നൂറ്റാണ്ടിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ടിലാണ്, 1700s 1600s തൊട്ട് ഇന്ത്യയിൽ കോളനികൾ ഉണ്ടെങ്കിലും 18-ാം നൂറ്റാണ്ടിൽ കാര്യമായിട്ടുള്ള കോളനിവൽക്കരണം ബ്രിട്ടനിൽ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ തീരദേശ പ്രദേശങ്ങൾ ബ്രിട്ടന്റെ കോളനികളാണ്. അപ്പൊ ഈ കോളനികളിൽ നിന്നൊക്കെ തന്നെ പ്രധാനമായിട്ട് എന്തിനാ കോളനി ബ്രിട്ടൻ നിർമ്മിച്ചത്? 2 കാര്യങ്ങൾ. ഒന്ന്, ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുന്ന ഇതേ സാഹചര്യം, ഇതേ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് കണക്ക് നോക്കി അറിയാൻ പറ്റും. ഹിസ്റ്ററി കൂടെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു എക്കണോമിക് കോൺസെപ്റ്റ് ആണ് ഇത്. നിങ്ങൾ നോക്കി, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ട് ചിന്തിച്ചാൽ അത് ആദ്യം ഉടലെടുക്കുന്നത് ബ്രിട്ടനിലാണ്, ലണ്ടനിലാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കടന്നു വന്ന സമയത്ത്, സ്റ്റീം എഞ്ചിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കടന്നു വരുന്ന സമയത്ത് ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് പ്രൊഡക്ഷനിലാണ്. അതായത് മെഷീൻസ് ഉപയോഗിച്ചിട്ട് പ്രൊഡക്ഷൻ നടത്താനായിട്ട് തുടങ്ങുന്ന സമയത്ത് സാധാരണ മനുഷ്യർ നിന്ന് പ്രൊഡക്ഷൻ നടത്തിയിരുന്ന യൂണിറ്റുകളിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നതിന്റെ 10 മടങ്ങോ അതിൽ കൂടുതലോ പ്രൊഡക്ഷൻ നടത്താനുള്ള കേപ്പബിലിറ്റി ഇപ്പോൾ കമ്പനികൾ അച്ചീവ് ചെയ്തു. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ ഷോർട്ടേജ് ആണ്. ഒന്ന്, ഇപ്പൊ ബ്രിട്ടനിൽ അന്ന് ആവശ്യമുള്ള അത്രയും പ്രൊഡ്യൂസ് ചെയ്തു ആൾക്കാർ കൈകൊണ്ട് തുന്നിക്കൊണ്ട്, ഫോർ എക്സാമ്പിൾ കുപ്പായമാണെന്നിരിക്കട്ടെ, കുപ്പായം ഉണ്ടാക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അന്ന് ബ്രിട്ടനിലുള്ള ആൾക്കാർക്ക് ആവശ്യം 50 കുപ്പായമാണ് എങ്കിൽ, ഒരു വർഷം 50 കുപ്പായമാണെങ്കിൽ 50 കുപ്പായം കൈകൊണ്ട് തുന്നുന്ന, അല്ലെങ്കിൽ ആൾക്കാരെ എന്താ പറയാ, ഹ്യൂമൻ എംപവേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹ്യൂമൻസ് ഏറ്റവും കൂടുതൽ കണ്ടിരുന്ന സാധാരണ കൈത്തൊഴിലായിട്ട് തുന്നൽ നടത്തിയിരുന്ന ആൾക്കാരുടെ എന്താ പറയാ, തൊഴിലായിട്ട് തുന്നൽ നടത്തി കമ്പനികൾ ഡെവലപ്പ് ചെയ്യുന്ന 50 തുണിയുണ്ട്. ആ 50 തുണി ഒരു വർഷം എന്താ പറയാ, അല്ലെങ്കിൽ 60 തുണി ഉണ്ടാക്കുന്നുണ്ട്. 50 തുണി ബ്രിട്ടനിൽ തന്നെ വിൽക്കും, 10 എക്സ്ട്രാ വരും, കുഴപ്പമില്ല, അടുത്ത വർഷം വിൽക്കുകയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കുകയോ ചെയ്യാം. 10 തുണി അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരുത്തി, കോട്ടൺ ആയിക്കോട്ടെ, അതിന് നിറം നൽകുന്ന ഇൻഡിഗോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ വർണ്ണങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ബ്രിട്ടനിൽ നിന്ന് തന്നെ കൃഷി ചെയ്തൊക്കെ എടുക്കുന്നുമുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ലിമിറ്റഡ് ഡിമാൻഡ്, ലിമിറ്റഡ് സപ്ലൈ, ലിമിറ്റഡ് പ്രോഫിറ്റ്. പക്ഷെ ഈ മെഷീൻ കണ്ടുപിടിച്ചപ്പോൾ എന്താ സംഭവം? മെഷീൻ കണ്ടുപിടിച്ചപ്പോ എനിക്ക് 60 കുപ്പായം ഉണ്ടാക്കുന്നതിന് പകരം 600 കുപ്പായം ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ 600 കുപ്പായം ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. 600 കുപ്പായം ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി മെഷീൻ കാണിക്കുന്നു. അപ്പൊ മെഷീൻ എന്തായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് 600 ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 600 ഉണ്ടാക്കുന്നതല്ലേ കമ്പനിക്ക് നല്ലതാണ്, ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്തു? 600 കുപ്പായം ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കണം. റോ മെറ്റീരിയൽസ് കൊടുത്താൽ 600 കുപ്പായം കിട്ടും. ശരി, റോ മെറ്റീരിയൽസ് കൊടുത്തു എന്നിരിക്കട്ടെ. റോ മെറ്റീരിയൽസ് കൊടുത്തു കഴിഞ്ഞാൽ 600 കുപ്പായം കിട്ടുമല്ലോ. ബ്രിട്ടനിലെ ആവശ്യം എത്ര കുപ്പായേ ഉള്ളൂ? 50 കുപ്പായേ ഉള്ളൂ. അപ്പൊ 600 കുപ്പായം കിട്ടി എന്ത് ചെയ്യും? ശരി, ബ്രിട്ടൻ കുറച്ച് വില കുറച്ചൊക്കെ എനിക്ക് കുപ്പായം കൊടുക്കാം. അങ്ങനെയായാലും 50 കുപ്പായം വാങ്ങിക്കുന്നവർ ഓരോ കുപ്പായം കൂടെ കൂടുതൽ വാങ്ങിച്ചു വെച്ചാൽ എന്നാലും 100 കുപ്പായം വിൽക്കാം. പിന്നെയുണ്ട് 500 കുപ്പായം ബാക്കി. 500 കുപ്പായം എന്ത് ചെയ്യും? അടുത്തുള്ള രാജ്യങ്ങളിൽ നമ്മൾ നേരത്തെ 10 കുപ്പായം കൊടുത്തുകൊണ്ടിരുന്നത് വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് 20 കുപ്പായം എടുത്തു വെച്ചു. അപ്പോഴും 120 കുപ്പായം വിറ്റുള്ളൂ. അല്ലേ, പോട്ടെ, ഒരു 200 കുപ്പായം വിറ്റു എന്ന് ഇരിക്കട്ടെ, ബാക്കി 400 കുപ്പായം ഉണ്ട്, എങ്കിലും സർപ്ലസ് കിടക്കുക. അതെന്ത് ചെയ്യും? ഇത് എവിടെയെങ്കിലും കൊണ്ട് വിൽക്കണം. അപ്പൊ എനിക്ക് 2 ആവശ്യം ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ബ്രിട്ടൻ ഉണ്ടാവുന്നുണ്ട്. ഒന്ന്, റോ മെറ്റീരിയൽസിന്റെ ആവശ്യം ഉണ്ടാവും. എനിക്കിതിന് ഈ കൂടുതൽ കുപ്പായം തുന്നിയെടുക്കാനുള്ള സാധനം, കോട്ടണും ഇൻഡിഗോ പോലുള്ള സംഗതികളൊക്കെ വേണം, പരുത്തി സംഗതികളൊക്കെ വേണം. 2, ഇത് വിൽക്കാനൊരു മാർക്കറ്റ് വേണ്ടേ? ഇത് എവിടെയെങ്കിലും കൊണ്ട് വിറ്റു കൊടുക്കാനുള്ള മാർക്കറ്റ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ബ്രിട്ടനിൽ മാത്രം വിറ്റാൽ തീരത്തില്ല, തൊട്ടടുത്ത രാജ്യങ്ങളിൽ കൂടെ വിറ്റാലും തീരത്തില്ല. അപ്പൊ കൂടുതൽ രാജ്യങ്ങളിൽ വിൽക്കാൻ പറ്റണം, നല്ല മാർക്കറ്റുകളും വേണം. അപ്പൊ എന്ത് ചെയ്തു? കോളനികൾ നോക്കിയപ്പോ കോളനികൾ ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ കോളനികൾ ഉണ്ടാക്കി, കോളനികളിൽ നിന്ന് ഇഷ്ടംപോലെ ഈ പറയുന്ന റോ മെറ്റീരിയൽ നമുക്ക് വേണമെന്ന് പറയുന്ന റോ മെറ്റീരിയൽസിന് ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോയി ഫിനിഷ്ഡ് പ്രോഡക്ട്സിന് എന്ത് ചെയ്തു? തിരിച്ചു കൊണ്ടുവന്ന് ഈ സ്ഥലങ്ങളിൽ, കോളനികളിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കാനും തുടങ്ങി. അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ 2 പരിപാടി നടന്നു. ഒന്ന്, റോ മെറ്റീരിയൽ ഇവിടുന്ന് കൊണ്ടുപോകാം, തുച്ഛമായ നിരക്കി കൊണ്ട് ഇവർ തന്നെ ചെയ്ത് ഭരിക്കുന്നത്, ഇവർക്ക് നിയമം ഉണ്ടാക്കാൻ, ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ടാക്സും ഇല്ല, ഒന്നുമില്ല. അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ വട്ടവർ ഇറ്റ് ഈസ്, അവർക്ക് പ്രോഫിറ്റബിൾ ആവുന്ന രീതിയിൽ എങ്ങനെയാണോ അത് നിറവേറ്റാനായിട്ട് സാധിക്കും. ഇപ്പൊ 2 പേരുടെ ഡിമാൻഡ്സ് അല്ലെങ്കിൽ 2 ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടു എന്നുള്ളതാണ് സാഹചര്യം. ഈ കോൺസെപ്റ്റിനെ ശരിക്കും പറഞ്ഞാൽ മെർക്കാൻഡലിസം എന്ന് പറയുന്നത്.
ഓക്കെ, ഇപ്പം എന്താ മെർക്കാന്റിലിസം എന്ന് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇനി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. 2, കോളനികളിലെ ബ്രിട്ടീഷ് സൈന്യത്തിനുള്ള അത്യാവശ്യ സൗകര്യങ്ങൾ ഇംഗ്ലണ്ട് നൽകുന്നതായിരിക്കും. അല്ല, മെർക്കാന്റിലിസത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ കോളനികളിൽ പിന്നെന്താ പറയാ, വിന്യസിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് കോളനികളിൽ നിന്നായിരിക്കും. രണ്ടെന്തായാലും തെറ്റാ അല്ലെ? രണ്ടെന്തായാലും തെറ്റാണ്. സെറ്റായി. 3, പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നിവ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള അനുമതി കോളനികൾക്ക് നൽകിയോ? ഇല്ല. ഇതെല്ലാം എങ്ങോട്ടേക്ക് കൊടുക്കാൻ പറ്റൂ? ബ്രിട്ടൻ. ഇതൊക്കെ ബ്രിട്ടന്റെ അധികാരത്തിലൂടെ പോകും. ബ്രിട്ടനിലോട്ടേ കയറ്റി അയക്കാൻ പറ്റൂ കോളനികൾക്ക് മറ്റൊരു രാജ്യത്തേക്കും കോളനികളിൽ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യാനുള്ള അനുമതി ഇല്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാനുള്ള അനുമതി ഇല്ല എന്ന് ബ്രഹ്മയുഗത്തിനകത്ത് മമ്മൂട്ടി പറയുന്ന പോലെയാണ് ബ്രിട്ടീഷുകാർ കോളനികളോട് പറഞ്ഞത്. ഒരു വസ്തുവും ഇവിടെ ഉണ്ടാക്കുന്നത് മറ്റൊരു രാജ്യത്തിലേക്കും കയറ്റുമതി ചെയ്യാനുള്ള അനുവാദമില്ല. കണ്ടോ? അത് ആർക്കേ പറ്റൂ? ബ്രിട്ടനെ പറ്റൂ. ബ്രിട്ടന് കൊടുക്കാം, ബ്രിട്ടൻ എന്തോരം കൊടുക്കാം, പക്ഷെ അത് തുച്ഛമായ വില ബ്രിട്ടൻ തരും. അപ്പൊ ഇവിടെ ഇതില്ല, മറ്റേ നേരത്തെ പറഞ്ഞ കോമ്പറ്റേറ്റീവ്നെസ് ഇല്ല. കാരണം ഞാനിപ്പോ എനിക്ക് ആർക്ക് മാത്രമേ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കൂടി ആർക്കേ കൊടുക്കാൻ പറ്റൂ? ബ്രിട്ടന് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പൊ എന്ത് വിലയ്ക്ക് കൊടുക്കും? ബ്രിട്ടൻ പറയുന്ന വിലയ്ക്ക് കൊടുക്കേണ്ടി വരും, വേറൊരു വിലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ തുച്ഛമായ വിലയ്ക്ക് ഇവിടെ റോ മെറ്റീരിയൽ ബ്രിട്ടൻ കൊടുക്കും. കാര്യം പിടികിട്ടുന്നുണ്ടോ? 2, 3 എന്തായാലും തെറ്റല്ലേ? 2, 3 തെറ്റായ സ്ഥിതിക്ക് എനിക്ക് 4ാമത്തെ ഓപ്ഷൻ വായിക്കണ്ട. 2, 3 ഉൾപ്പെടുന്നതാണ് തെറ്റെന്നുള്ള ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ ബി ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി. കോളനികളിലെ നിയമപ്രകാരമാണ് അല്ലെങ്കിൽ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങളിൽ ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം. അതൊക്കെ കിടപ്പുണ്ട്, മെർക്കാന്റിലിസത്തിന്റെ ഭാഗമായിട്ട് കിടപ്പുണ്ട്. അതായത് ഇവിടെ നമ്മുടെ കോളനികളിൽ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ്, ലീഗൽ ഡോക്യുമെന്റ്സിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണമെന്ന് നിർബന്ധമുണ്ട്. പിടികിട്ടുന്നുണ്ടോ? അത് മെർക്കാന്റിലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം. ഇത് അറിയാത്ത കുട്ടികൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഞാൻ മെർക്കാന്റിലിസത്തിനെ പറ്റി കൂടി ജസ്റ്റ് പറഞ്ഞു പോയത്. ഇപ്പൊ എന്താണ് മെർക്കാന്റിലിസത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണ്ട. കാരണം ഇത് ആരാ ഇറക്കുമതി ചെയ്യുന്നത്? ബ്രിട്ടനാണ് ഇറക്കുമതി ചെയ്യുന്നത്. ശരിയല്ലേ? ബ്രിട്ടനിൽ നിന്ന് ഉണ്ടാക്കിയ പ്രോഡക്ട്സ് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പം വലിയ തുകയൊന്നും, ഒരുപാട് കോസ്റ്റ് ഒന്നും കൊടുക്കാതെ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് വാങ്ങിക്കണമെങ്കിൽ ഇവിടെ ഇറക്കുമതി ചുങ്കം ഒന്നും കൊടുക്കണ്ട. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന, ബ്രിട്ടൻ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിനൊന്നും ഇറക്കുമതി ചുങ്കം കൊടുക്കണ്ട. ഫ്രീ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ കോളനിയിലെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കാര്യത്തിൽ എങ്ങനെയാ? അത് ബ്രിട്ടൻ അല്ല നോക്കുന്നത്, പിന്നെയോ ആ കോളനി നോക്കണം. ആ കോളനിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആ പട്ടാളത്തിനെ കൊണ്ടിട്ടിരിക്കുന്നതെന്നൊക്കെയുള്ള ധാരണ ക്രിയേറ്റ് ചെയ്തിട്ട് കോളനിയിലുള്ള ആൾക്കാർ തന്നെ പട്ടാളത്തിന് വേണ്ടിയിട്ടുള്ള ചെലവ് വഹിക്കേണ്ട സാഹചര്യം വരും. പഞ്ചസാര, കമ്പിളി, പരുത്തി എന്നിവ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വേറെ ഏതെങ്കിലും രാജ്യത്ത് കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതൊക്കെ ഇങ്ങോട്ട് മാത്രമേ പാടുള്ളൂ കൊടുക്കാൻ, ബ്രിട്ടന് മാത്രമേ തരാൻ പാടുള്ളൂ നിയമമുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ആധിപത്യം ക്രിയേറ്റ് ചെയ്തു. ഇതൊക്കെ ഒരുപാട് ആവശ്യമുള്ള സാധനമാണ്. പരുത്തി ഞാൻ പറഞ്ഞില്ല, പ്രത്യേകിച്ച് അവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനങ്ങളിൽ ഒന്നായിരുന്നു പരുത്തി. അതുകൊണ്ട് ഈ സാധനം ഒന്നും പുറത്തു കൊടുക്കരുത്. വേറെ എന്തെങ്കിലും കൊണ്ടേ കൊടുത്തോ, കുഴപ്പമില്ല. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ കൊടുത്തോ, ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് ഈ സാധനങ്ങൾ പർട്ടിക്കുലർലി ഇതിനൊരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഷെഡ്യൂളിൽ പെടുത്തിയിരിക്കുന്നതെന്നൊക്കെ പറയുന്ന പോലെ ഉള്ളവരെ കയറ്റുമതി ചെയ്യരുത്. കോളനി പ്രമാണങ്ങളിൽ അതുപോലെ ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കുകയും, കാരണം നിങ്ങൾ ഒഫീഷ്യലി ഇംഗ്ലണ്ടിന്റെ കോളനിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിച്ച സെയിലുകളാണ് അവിടെ ഉള്ള ഒഫീഷ്യലായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രമാണങ്ങളിലും ഡോക്യുമെന്റുകളിലൊക്കെ വരുന്നതെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി അവർ തന്നെ അംഗീകരിച്ചിട്ടുണ്ട്, ബ്രിട്ടന്റെ കോളനിയാണ് ഞങ്ങൾ എന്ന് അംഗീകരിച്ചതിന് തുല്യം തന്നെയാണ്. ഓക്കെ, ഇതൊക്കെ മെർക്കാന്റിലിസത്തിന്റെ ഭാഗമായിരുന്നതും മെർക്കാന്റിലിസത്തിന്റെ ഭാഗമല്ലായിരുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ 2 കാര്യങ്ങൾ പറഞ്ഞു മെർക്കാന്റിലിസത്തിന്റെ ഭാഗമല്ല എന്നിരുന്നത്. ഓക്കെ, അപ്പൊ അതെല്ലാം നേരെ തിരിച്ചായിരുന്നു. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുവാണ്. അപ്പോൾ ദിസ് ഇസ് വാട്ട് വി നീഡ് ടു ആക്ച്വലി ഡിസ്കസ് അബൌട്ട് ടുഡേ ഇൻ ടുഡേസ് സെഷൻ. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് പുതുമയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്തതെന്നാണ് കരുതുന്നത്. ഇതിലെ പല കോൺസെപ്റ്റുകളും പുതുതായി നിങ്ങൾ കേൾക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നാൽ നേരത്തെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക. അപ്പോൾ PSC മാറിയ PSC ആയി എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ഉത്തമമായിട്ടുള്ള ഒരു സൂചന ഇന്നത്തെ ഈ ചോദ്യങ്ങളിലൂടെയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ എന്നാൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റെന്തെങ്കിലും പുതിയ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വീണ്ടും കാണാം. ഇനിയും ഇതുപോലത്തെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്, സമാനമായ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഓൾറെഡി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളെയും ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതൊക്കെ ബാക്കി പിന്നെ ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, റൈറ്റ്.